പക്ഷേ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കഥയാണ്. ചായ അടിക്കുന്ന സമയത്തെ ഒരു വണ്ടിക്കകത്ത് ട്രൂപ്പുകാർ വരുന്നു. ആ വന്ന വ്യക്തികളൊക്കെ പേര് പറയുന്നില്ല, ഇന്നെല്ലാം സൂപ്പർ താരങ്ങളാണ് അല്ലേ, സൂപ്പർ സ്റ്റാറുകളാണ്. ആ വന്നിറങ്ങിയവരോട് രാജേഷേട്ടൻ ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരാമോ, ആഗ്രഹം ഉണ്ട്, എടാ നീ ചായ അടിച്ച് വല്ല നിൽക്കടാ കൊച്ചനെ, നിനക്ക് അതിനേ പറ്റത്തുള്ളൂ. എന്തായിരുന്നു കഥ? അതങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ അവരവർക്ക് അവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെയല്ല, നമ്മുടെ അതിയായ ആഗ്രഹം നിൽക്കുന്നതുകൊണ്ട് ഇവരിങ്ങനെ നൈറ്റ് നിൽക്കുമല്ലോ. ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു യാദൃശ്യമായിട്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നതല്ല, കടയിൽ വരാൻ ഞാനിപ്പോൾ ചായ കൊടുത്തിട്ടിരിക്കണോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും ട്രൂപ്പിൽ എന്തെങ്കിലും ചാൻസ്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് ഇവിടെ എത്ര രൂപയുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് 450 രൂപയുണ്ട്, താമസവും ഭക്ഷണമൊക്കെ ഇല്ലേ ഉണ്ട്. ഇപ്പം നീ ഒരു തൊഴിൽ പഠിച്ചു, വെറുതെ ഇതിലോട്ടൊന്നും ചാടണ്ട. അത് തന്നെയല്ല, ഈ മിമിക്രി എന്നൊക്കെ പറയുന്നത് അത് എല്ലാവർക്കും ഒന്നും സ്റ്റേജ് കളിച്ച് എടുക്കാൻ പറ്റുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലേ ഏട്ടാ എന്തെങ്കിലും ഒരു ചാൻസ്, എടാ ഇതിപ്പോൾ ഒരു പണിയില്ലേ, ഒരു പണി ജീവിക്കാൻ വേണ്ടിയല്ലേ, ഇതങ്ങ് ചെയ്താൽ പോരെ, സുഖമല്ലേ, ഭക്ഷണം ഇല്ലേ, ബീഫും പൊറോട്ടയൊക്കെ ഇഷ്ടംപോലെ തിന്നാൻ പാടില്ലേ, കിട്ടണം, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് പുള്ളി പോയി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഷോയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് അതിൽ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല നിലയിൽ വന്നവരുണ്ട്. അതിൽ കുറേ പേര്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആൾ ഇന്നങ്ങനെ മ്യൂക്രിയിലൊന്നും സജീവമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, രാജേഷേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അയാളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ചേട്ടനെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായിട്ടും നോക്കാം, നമ്മളത് നോക്കാം, തീർച്ചയായിട്ടും നമുക്ക് എന്ത് അവസരം വന്നാലും ഞാൻ ചേട്ടനെ വിളിക്കാം. അങ്ങനെ അവസരം വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഈ പറച്ചിലുകളും ഈ കുത്തുവാക്കുകളും അല്ലേ രാജേഷിനെ രാജേഷാക്കിയത്? തീർച്ചയായിട്ടും. ഞാൻ പറയണത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒന്നും ആയില്ല, ഒരു കലാകാരൻ എന്നുള്ളതിൽ ഇത്രയും മഹാന്മാർ, അതായത് കഴിവുള്ളവർ ഇത്രയും ഈ എന്താ പറയുക പടർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഫെയിമിൽ നിൽക്കുന്ന ഈ മേഖലയിൽ ഏറ്റവും താഴെ വന്ന് നിന്ന് ഈ രാജേഷ് പാണാളി എന്ന് പറയുന്ന അജിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെന്ന് ഞാൻ പറയുള്ളൂ. അതെ, അത് നാട്ടിലും ഉണ്ട്. എൻ്റെ നാട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഈ സ്കൂൾ നാടകങ്ങൾ കളിക്കുന്ന കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് എൻ്റെ 23-ാം കരയോഗം ഞങ്ങളുടെ ധീവര സമുദായത്തിൻ്റെ, ഞാൻ കോമഡി സ്റ്റാറിൽ പോയപ്പോൾ തന്നെ എനിക്ക് ആദരവ് തന്നു. മിക്കവാറും വർഷങ്ങളിൽ കണ്ടാണ് ശിവരാത്രിയിൽ എനിക്കൊരു ആദരവ് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. അവിടെ ഷാജി, ഷിബു, ധനേഷ്, സുധി, കുറേ പേരുണ്ട്, മണികണ്ഠൻ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന. അവിടെയുള്ള എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും, ചിത്രം, സന്തോഷം, അതിൻ്റെ എല്ലാവരും. പക്ഷേ ഇതിനിടയിൽ ചില ആളുകളുണ്ട് നമ്മളിങ്ങനെ കുത്തി നോക്കുന്നവരുണ്ട്. രാജേഷേട്ട, എല്ലാ ജനങ്ങളുടെ ഒരു ചോദ്യമാണ്, രാജേഷേട്ടൻ ഇന്ന് മുന്നിൽ അതിഥിയായിട്ടിരിക്കുന്നുണ്ട്, ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുക, ഏതൊരു കലാകാരനും ഈ ഇൻഡസ്ട്രിയിൽ നശിക്കാൻ കാരണം മദ്യപാനമാണ്. മദ്യപാനം ഏറ്റവും കൂടുതലുള്ള മേഖലയും കലാരംഗത്താണ്. എന്താണ് രാജേഷേട്ടന് പറയാനുള്ളത്? മദ്യപാനത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല, കാരണം ഞാനിത് കഴിക്കാറില്ല. പുകവലി, മദ്യപാനം ഇല്ല, അതില്ല. നമ്മളോടൊപ്പം സഞ്ചരിച്ച പല കലാകാരന്മാരെയും മദ്യം തകർത്തിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പേരുടെ ഉണ്ട്. ഒരുപാട് പേരുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പുള്ള ഷോയിൽ നിന്ന് വരെ ഇറങ്ങിപ്പോകേണ്ട അല്ലെങ്കിൽ ഇറക്കി വിടേണ്ട അവസ്ഥ വന്ന കലാകാരന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരോടൊന്നും നമ്മൾ പറയുമ്പോൾ അവർ പറയുന്ന ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ലേ, നാളെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും, കുടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കണം. ഇത്തരം ചോദിക്കണ ആളുകളോട് നമുക്കൊന്നും പറയാനൊക്കെ ഇല്ല, അല്ലേ? അതെ, അങ്ങനെ ചോദിക്കണവരോട് എന്ത് പറയും? അജിൻ എന്നോട് പറയുകയാണ്, ചേട്ടാ മദ്യപിക്കണമെന്ന് ഞാൻ പറയാം, ഇപ്പോൾ ഈ നിമിഷം ഞാനിവിടെ മരിച്ചു വീണാൽ പിന്നെ വല്ല സുഖം എൻജോയ് ചെയ്യാനും കൂടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ബാങ്കിലിട്ടേക്കണ കാശ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം വല്ലവരൊക്കെ എടുത്ത് തിന്നും. ഒരുപാട് കലാകാരന്മാരുടെ കുടുംബം ഇല്ലാതാക്കിയത് മദ്യപാനം തന്നെ. ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴെങ്കിലും കൂടിയിരിക്കുന്ന സമയത്തെ കലാകാരന്മാരിങ്ങനെ അടിക്കുന്ന കാണുമ്പം, അല്ലെങ്കിൽ പൈസ സേവിങ്സ് ഇല്ല നഷ്ടപ്പെടുത്തുന്ന കാണുമ്പം, രാജേഷ് എന്ന സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ കുറച്ചൊക്കെ സേവിങ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് പലരും പറയുന്ന കാര്യം, ഇപ്പോൾ ഈ ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഷോയിൽ പോലും ആരെങ്കിലുമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ ചോദിച്ചാൽ ഞാൻ മിക്കവരോടും പറയും, ഒരു KSF ചിട്ടി ചേരണം, ഒരു സേവിങ്സ് വേണം, എങ്ങനെ പറയും. അപ്പോൾ ചിലരൊക്കെ പറയും, ഇവരെന്താണ് ഇത്, എന്ത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ചിലവ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കഴിഞ്ഞിട്ടും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 10,000 രൂപ 15,000 രൂപ സ്റ്റേജ് മേടിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, നമ്മളൊരു ടൈലിൻ്റെ പണിക്ക് പോകണൊരുത്തിന് ചിലപ്പോൾ 2,000 രൂപ കിട്ടും ഒരു ദിവസം. അതെ, തെങ്ങ് കയറാൻ പോകുന്ന ആൾക്ക് ഒരു 1,000 രൂപ കിട്ടും.
ഇല്ലെങ്കിൽ 3000 രൂപ പെർ ഡേ വരുമാനമുള്ള ഒരു തൊഴിലാളി. ഈ ചാനലിൽ വന്ന് ഫെയിമായ ഒരു കലാകാരന് കുറഞ്ഞത് 5000 രൂപ കിട്ടണം ഒരു ദിവസം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഷോ ഉള്ള ഇപ്പോൾ 10 ഷോ ഒരു മാസം ഉണ്ടെങ്കിൽ 5000 രൂപ വെച്ച് 50000 രൂപയായി. ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വരുമാനമായി. പിന്നെ ഇവൻ്റെ ഈ ഫെയിം വെച്ചിട്ടുള്ള ഇവൻ എന്തെങ്കിലും ഇനാഗ്രേഷനോ വേറെ ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പൈസ വരും. എങ്ങനെ പോയാലും 1 രൂപയുടെ അടുത്ത് കറക്കി കുത്തി വരുമാനം ഉണ്ടാവും. ഇവനൊരു 50000 രൂപ ഇവൻ്റെ വീട്ടു ചിലവും മെഡിസിൻ്റെ കാര്യങ്ങളും വണ്ടിയുടെ പെട്രോളിങ് CC വണ്ടിയുള്ളവനാണ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു 50 രൂപ സേവ് ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ ഇൻകമുള്ള ഒരു ആർട്ടിസ്റ്റ് അയാളുടെ ഒരു വീഴ്ചയിൽ 0 ബാലൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളോടൊപ്പം സഞ്ചരിച്ച ഒരു കലാകാരൻ അങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോഴൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ പൈസ എന്ത് ചെയ്തു, ഇദ്ദേഹം എന്ത് ചെയ്തു ഈ പൈസ. പലരും ചോദിച്ചു ചാനലിൽ നിന്ന് പൈസ കിട്ടുന്നു. ചാനലിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് കാശ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ 1100 രൂപ കിട്ടുന്നവനും ജീവിക്കുന്നുണ്ട്, അതെ, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? രാജേട്ടൻ ഇത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയ ഒരു മുഖമുണ്ട്. ഒരു അതുല്യ കലാകാരനാണ്. ഞാനാണെങ്കിൽ പോലും പേഴ്സണലി എനിക്കൊന്ന് ചോദിക്കണം നേരിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൗഹൃദങ്ങൾ വരുമ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമുണ്ട്. കൊല്ലസുതി, നമ്മൾ ഈ പറഞ്ഞ സൂചിച്ചേട്ടനെ പറ്റിയല്ല ഞാൻ പറയുക. സൂചിച്ചേട്ടൻ എല്ലാ മലയാളികൾക്കും ഒന്നടങ്ങി ഇഷ്ടപ്പെട്ടൊരു കലാകാരൻ തന്നെ. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വിഷമം തോന്നിയത് സ്വന്തമായിട്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല. നാളെ ഇത് എനിക്ക് സംഭവിക്കാം, രാജശേഖരന് സംഭവിക്കത്തില്ല. കാരണം ഞാൻ പറയുന്നത് ഇത് ഒട്ടുമിക്ക ആളുകൾക്കും സംഭവിക്കാം. സുധിച്ചേട്ടന് സംഭവിച്ചത് എന്താണ് ശരിക്കും? അതിനെക്കുറിച്ച് ഉള്ളിടെ ഈ സാമ്പത്തികത്തിൻ്റെ ഇതാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം പാഷാണ ഷാജിയുടെ കൂടെ ഞാൻ മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ എന്നുള്ള ഷോ സാജുവൊക്കെ ആയിരുന്നു വിന്നർ. 50 ലക്ഷം രൂപ സമ്മാനം കിട്ടി. അന്നേരം എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടി ഈ 5 പേരിൽ. അന്ന് എല്ലാവരും കാറൊക്കെ വാങ്ങിച്ചു, സുചേട്ടനൊന്ന് കാറൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ 7 ലക്ഷം രൂപയുണ്ട്. സാജുവും മറ്റുള്ളവരൊക്കെ കാറ് ഓർണമെൻറ്റ്സ് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു. എൻ്റെ അറിവ് ശരിയാണ് സുചേട്ടനൊന്ന് കാറൊന്നും വാങ്ങിച്ചിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് സീസൺ 2 വന്നപ്പോൾ സാജു എന്നെ പാഷാണത്തിൻ്റെ സാജുവിൻ്റെ ഒക്കെ ടീമിലേക്ക് സ്റ്റാർസ് ഓഫ് കൊച്ചിനിലേക്ക് വിളിക്കുകയും ജിഷോ പോയപ്പോൾ എന്നെ വിളിക്കുകയും പിന്നെ ഏതാണ്ട് 6 വർഷക്കാലത്തോളം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞാൻ, കൊല്ലം സുധി, രാജേഷേട്ടൻ, ജോഷി ചേട്ടൻ, സേതു, സാജു നവോദയ, പാഷാണം. ഈ പ്രോഗ്രാമുണ്ട്, നമുക്ക് ട്രിപ്പുണ്ട്. ഞങ്ങളെന്നാലും കോമഡി സൂപ്പർ നൈറ്റ് എന്നും പറഞ്ഞൊരു ഷോ ഫ്ലവേഴ്സിൽ ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഷോയുണ്ട്, നല്ല തിരക്കിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴൊക്കെ എൻ്റെ വരുമാനം, ആ വരുമാനം കൊണ്ടാണ് ഞാൻ വീട് വെക്കുന്നത്. ആ വീട് വെക്കുന്നത് ഞാൻ ആ വരുമാനം കൊണ്ടാണ്. ആ വരുമാനം മാത്രമല്ല, എൻ്റെ വൈഫിന് ജോലിയുണ്ട്, HDFC ബാങ്കിലാണ്. എൻ്റെ അമ്മ ചെറിയ സഹായം ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു പരിധി വരെ, ഒരു പകുതിയിലേറെ എൻ്റെ മിമിക്രിയുടെ പൈസയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ടെലിവിഷൻ രംഗങ്ങളിലെ ഈ ഷോകളിലെ പൈസ ചാനലുകാർ തരുമെന്ന് ഉറപ്പാണ്? ഉറപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ 1 രൂപ എനിക്ക് കിട്ടാനില്ല.